മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായ നിങ്ങളെ എല്ലാവരെയും ഗുഡ്നസ് യു നിങ്ങൾക്കായി ഒരുക്കുന്ന ഈ പ്രഭാത വിരുന്നിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഒരു വചനം നമുക്ക് ഓർത്തുകൊണ്ട് ആരംഭിക്കാം. അത് ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാമത്തെ അധ്യായം 4-ാമത്തെ വചനമാണ്. അതിപ്രകാരമാണ്: പ്രഭാതത്തിൽ ഉണർന്ന് ജ്ഞാനം തേടുന്നവർ അത് കണ്ടെത്തും, ജ്ഞാനത്തിൽ ചിന്തി ഉറപ്പിക്കുന്നവന് വിവേകത്തിൻ്റെ പൂർണ്ണത ലഭിക്കും. ഈ വചനവിരുന്നിനായി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് പാടുക, ദൈവവചനം സ്വീകരിക്കാനുള്ള കൃപ നൽകണമേ എന്ന്. നമുക്ക് പാടാം. ജീവനേകും ദിവ്യവചനം സ്വീകരിച്ചിടുവാൻ ദൈവമേ ഹൃദയവയലുകളൊരുക്കേണമേ. ഈ വചനത്തിൻ്റെ അരൂപിയിൽ നമ്മളിന്ന് ഈ ദിവസം ആരംഭിക്കുന്നു. ഈ ദിവസത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് കർത്താവിന് സമർപ്പിക്കാം. നമ്മളായിരിക്കുന്ന ഭവനങ്ങളെയും നമ്മളോട് കൂടെയുള്ളവരെയും നമുക്കായി ഏതെങ്കിലും നന്മ ചെയ്യുന്നവരെയും ഒരുപക്ഷെ തിന്മ ചെയ്യുന്നവരെ പോലും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ വഴി നമുക്ക് ഈ ശുശ്രൂഷയെ കർത്താവിന് സമർപ്പിക്കാം. അമ്മയാണല്ലോ നമ്മുടെ ശുശ്രൂഷയുടെ മാതൃകയും സംരക്ഷകയുമെല്ലാം. അതുകൊണ്ട് നമ്മുടെ സ്വകാര്യമായ എല്ലാ പ്രാർത്ഥനകളെയും നമ്മുടെ നിയോഗങ്ങളെയും പ്രത്യേകമായി ഇന്ന് ദൈവവിശ്വാസമില്ലാതെ ജീവിക്കുന്ന ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ, അങ്ങനെയുള്ളവർ നിങ്ങളുടെ ഈ ബന്ധത്തിലോ കുടുംബത്തിലോ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെല്ലാവരും നമുക്ക് കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് അവർക്കെല്ലാം മാനസാന്തരത്തിൻ്റെ കൃപ കൊടുക്കണമേ. ദൈവ അനുഭവത്തിലൂടെ അവരെ തിരികെ കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വചനത്തിലേക്ക് പ്രവേശിക്കാം. നമ്മളിന്ന് ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ പ്രത്യേകമായ പ്രാർത്ഥനകളെയും അതുപോലെ തന്നെ നമ്മുടെ നിയോഗങ്ങളെയും നമുക്ക് ദൈവത്തിന് സമർപ്പിക്കാം. ദൈവവിശ്വാസമില്ലാതെ ദൈവരഹിതരായി ജീവിക്കുന്ന ആരെങ്കിലും നമുക്കറിയാമെങ്കിൽ അങ്ങനെയുള്ളവരെ പ്രത്യേകം സമർപ്പിച്ചുകൊണ്ട് തമ്പുരാൻ്റെ കൃപയാൽ അവർ മാനസാന്തരത്തിലേക്കും ദൈവവിശ്വാസത്തിലേക്കും വരാൻ വേണ്ടിയിട്ട് ഈ ശുശ്രൂഷയെ നമുക്ക് പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ വഴി നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. അമ്മയാണല്ലോ ഈ ശുശ്രൂഷയുടെ സംരക്ഷകയും മാതാവും. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. നമ്മുടെ ഇന്നത്തെ ശുശ്രൂഷയുടെ അടിസ്ഥാനമായി നമ്മൾ എടുത്തിരിക്കുന്ന വചനം ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലെ 55-ാമത്തെ അധ്യായത്തിലെ 6-ാമത്തെ വാക്യമാണ്. കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ, അവിടുന്ന് അരുകെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ. കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന സമയത്ത് നമ്മൾ കർത്താവിനെ അന്വേഷിക്കണം, കർത്താവിനെ വിളിക്കണം. കാരണം അവൻ സമീപസ്ഥനാണ് എന്നാണ് നമ്മോട് പറയുക. നമുക്ക് എന്നും പ്രാപ്യനായ ഒരു ദൈവം നമുക്കുണ്ട്. അതുകൊണ്ട് ആ ദൈവത്തെ അന്വേഷിക്കുകയും അവിടുത്തെ നാമം വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യണം എന്ന് നമ്മളോട് ഏശയ്യാ പ്രവാചകന് പറയുക. അപ്പോൾ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചില കാര്യങ്ങളിലേക്ക് ചിന്തകളെ കൊണ്ടുപോകാം. നിങ്ങളൊരു പക്ഷേ വായിച്ചിട്ടുണ്ടാകാം, കേട്ടിട്ടുണ്ടാകാം വിവേകാനന്ദൻ്റെ കഥ.
കൽക്കട്ടക്കാരനാണ്, നല്ല ചെറുപ്പം, സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ, വിദ്യാഭ്യാസമുണ്ട്, ബാക്കി എല്ലാ അനുകൂലമായ സാഹചര്യങ്ങളുള്ള ഒരു ചെറുപ്പക്കാരൻ. പക്ഷേ വീട്ടിൽ അല്പം അലമ്പ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ. അവൻ്റെ അമ്മ അവനെ ഓർത്ത് പലപ്പോഴും വേദനിക്കുകയും ദുഃഖിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഒടുവിൽ അമ്മ ഒരു കാര്യം ഈ മകനോട് പറഞ്ഞു. ഈ നരേന്ദ്രൻ എന്ന അദ്ദേഹത്തിൻ്റെ പേര്. നരേന്ദ്രൻ, നീ ഒരു കാര്യം ചെയ്യുക, കൽക്കട്ടയിൽ നമുക്കൊരു വന്ദ്യനായ മനുഷ്യനുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുക്കലൊന്ന് പോ. ശ്രീരാമകൃഷ്ണ പരമഹംസരാണ് അദ്ദേഹം. താപസികമായ ജീവിതം നയിക്കുന്ന ഒരു ആത്മീയ മനുഷ്യനായ അദ്ദേഹത്തിൻ്റെ അടുക്കൽ അമ്മ ഈ നരേന്ദ്രനെ പറഞ്ഞു വിട്ടു. അവിടെ ചെന്നു, വീട്ടിൽ ചെന്ന് കോളിംഗ് ബെല്ലടിച്ചു. ഒരാൾ ഇറങ്ങി വന്നു, സ്വാമിയെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞു. സ്വാമിയുടെ അടുക്കൽ എത്തിച്ചു. അദ്ദേഹം ഇങ്ങനെ ധ്യാന നിർലീനായിട്ട് പുലിത്തോലിരിക്കുകയാണ്. ഈ പുലിത്തോലിൻ്റെ ഒരറ്റം ചൂണ്ടിക്കാട്ടിയിട്ട് കൈകൊണ്ട് ആംഗ്യം കാണിച്ചു ഇരുന്നോളാൻ പറഞ്ഞു. നരേന്ദ്രൻ അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ണുകൾ ഉയർത്തി ചോദിച്ചു, എന്തിനാ വന്നത്? നരേന്ദ്രൻ പറഞ്ഞു, ദൈവത്തെ കാണാൻ വന്നതാ. ഒന്നും മിണ്ടിയില്ല ഉത്തരമായിട്ട്. എന്നിട്ട് ഈ ഗുരു പറഞ്ഞു, ഹൃദയത്തിലേക്ക് നോക്കുക. അതാണ് അവസാനം ഒരു പരിഹാരമായിട്ട് പറഞ്ഞത്. ഹൃദയത്തിലേക്ക് നോക്കുക. കണ്ണൊക്കെ അടച്ചിരുന്ന ഈ ചെറുപ്പക്കാരൻ ഹൃദയത്തിലേക്ക് നോക്കിയപ്പോൾ നമ്മൾ മർക്കോസിന് സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ കാണുന്ന കാര്യങ്ങളൊക്കെയാണ് കണ്ടത്. അത് ഇപ്രകാരമാണ്. എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ്, മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്തകൾ, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ഇതെല്ലാം മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത് എന്നാണ് ഇത് സുവിശേഷം നമുക്ക് പറഞ്ഞത്. മർക്കോസിൻ സുവിശേഷം 7:14. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥയാണ് ഈ ചെറുപ്പക്കാരൻ തൻ്റെ ഉള്ളിൽ കണ്ടത്. അവിടെയെങ്ങും ദൈവത്തെ കണ്ടേയില്ല. ആകപ്പാടെ അസ്വസ്ഥതയായി. ദൈവത്തെ കാണാൻ ഹൃദയത്തിലേക്ക് നോക്കിയിട്ട് ദൈവത്തെയല്ല കണ്ടത്, കുറേ തിന്മകൾ തൻ്റെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന ഈ ചെറുപ്പക്കാരൻ കണ്ടു. അതൊരു മാനസാന്തരത്തിൻ്റെ തുടക്കം എന്ന് വേണേൽ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് പോരുന്നതിന് മുമ്പ് ഗുരുവിൻ്റെ പാദങ്ങളൊക്കെ വന്ദിച്ച് വീണ്ടും വരാമെന്ന് പറഞ്ഞു പോയി. ഒടുവിൽ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ശിഷ്യനായി തീർന്നു. എങ്കിലും അമേരിക്കയിലൊക്കെ പോയി പ്രസംഗിച്ച മനുഷ്യൻ, ഭാരതത്തിൻ്റെ സംസ്കാരത്തെ വിദേശങ്ങളിലൊക്കെ എത്തിച്ചൊരു മനുഷ്യൻ, യേശു ക്രിസ്തുവിൻ്റെ നല്ലൊരു ഭക്തനായ മനുഷ്യൻ എന്നൊക്കെ നമുക്ക് ഈ വിവേകാനന്ദനെക്കുറിച്ച് പറയാൻ പറ്റും. വിവേകാനന്ദ കഥകൾ എന്ന് പറഞ്ഞ ഒരു പുസ്തകമുണ്ട്. അതിനകത്ത് നമുക്ക് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ചിന്തിച്ച് നോക്കാം, നമ്മൾ എപ്പോഴെങ്കിലും ദൈവത്തെ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ദൈവം നമ്മളെ തൊട്ട അനുഭവങ്ങൾ നമുക്കുണ്ടോ? ദൈവത്തിൻ്റെ പക്കൽ നിന്ന് ഒരുപാട് ആശ്വാസമോ സൗഖ്യമോ സന്തോഷമോ ലഭിച്ച അവസരങ്ങൾ നമുക്കുണ്ടോ? ഞാനിത് നിങ്ങളോട് പറയുമ്പോഴും നിങ്ങളുടെ മനസ്സ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഒരു അന്വേഷണമാകട്ടെ പോകട്ടെ. അപ്പോൾ നമുക്കൊരുപാട് ദൈവാനുഭവങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുമെന്ന് ഓർക്കാം. 3 തരത്തിലുള്ള ആളുകളെ നമുക്ക് കാണാൻ പറ്റും. ഒന്നാമത്തെ കൂട്ടർ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെയൊക്കെ ഉള്ളവർ. പള്ളിയിൽ പോകും, ആത്മീയ കർമ്മങ്ങളിലൊക്കെ പങ്കുചേരും. ദൈവവിശ്വാസിയാണോ? അതെ. പക്ഷേ ഈ ദൈവവിശ്വാസം നമ്മുടെ ജീവിതത്തെ പലപ്പോഴും രൂപപ്പെടുത്താതെ പോകുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അതൊരു ട്രഡീഷണലായിട്ടുള്ള കാര്യമായിട്ട് നമ്മൾ കാണും. അങ്ങനെയുള്ള വിശ്വാസികളുണ്ട്. രണ്ടാമത്തെ കൂട്ടർ ദൈവമുണ്ടോ ഇല്ലയോ എന്ന് സംശയിക്കുന്ന ഒരു കൂട്ടരാണ്. ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം എന്നൊക്കെ പറയും. പക്ഷേ അവർക്ക് അങ്ങനെ ഒരു ദൈവത്തോടുള്ള ബന്ധമൊന്നുമില്ല. 3 തരം വിശ്വാസികളെ നമ്മൾ കാണും. ഒന്നാമത്തെ കൂട്ടർ നമ്മളെപ്പോലെയൊക്കെ ഉള്ളവരാണ്. പള്ളിയിൽ പോകും, അത്യാവശ്യം പ്രാർത്ഥനകളൊക്കെ ഉണ്ട്, നമുക്ക് മതകാര്യങ്ങളിൽ നമ്മൾ പങ്കുചേരുന്നുണ്ട്. അങ്ങനെയുള്ള സാധാരണ വിശ്വാസി. അങ്ങനെയുള്ള സാധാരണ വിശ്വാസിയായി ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കുമൊക്കെ സ്വന്തമായി ആശ്രയിക്കാനും പ്രാർത്ഥിക്കാനും ഒരു ദൈവം ഹൃദയത്തിലുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. പലപ്പോഴും നമ്മൾ അങ്ങനെയുള്ള ഒരു ദൈവത്തെ തേടുന്നവരല്ല. ആത്മീയ കാര്യങ്ങളിലൊക്കെ പങ്കുചേരുന്നതുകൊണ്ട് ഒരാൾ ആത്മീയനായിരിക്കണമെന്നില്ല. മറിച്ച് ദൈവത്തെ ഹൃദയത്തിൽ കണ്ട് ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ആധ്യാത്മികതയൊക്കെ വളർന്നു വരിക എന്ന് നമ്മൾ കാണുന്നത്. ഇവിടെ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യമുണ്ട്. പൗലോസ് അപ്പോസ്തലൻ ആഥൻസിലെ വിജ്ഞാനികളോട് പറഞ്ഞൊരു കാര്യം. അദ്ദേഹം പറഞ്ഞു, 17-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യം, വി ലിവ്, വി മൂവ് ആൻഡ് വി ഹാവ് അവർ ബീയിങ് ഇൻ ഹിം. നമ്മൾ ജീവിക്കുന്നതും ചരിക്കുന്നതും
ആയിരിക്കുന്നതും അവനിലാണ്, ദൈവത്തിലാണ് എന്ന് അദ്ദേഹം തറപ്പിച്ച് പറഞ്ഞു. അങ്ങനെയുള്ള വളരെ കട്ടിയുള്ള, അല്ലെങ്കിൽ നമുക്ക് ഗ്രഹിക്കാൻ നമ്മുടെ ഗ്രഹണശക്തിക്ക് അപ്പുറം നിൽക്കുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ തിരുവചനത്തിൽ നിന്ന് പഠിച്ച് അറിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കറിയാം, ഒരുപാട് ആളുകൾ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കി ദൈവത്തെ കണ്ടെത്തിയവരാണ്. ചന്തമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും സന്തതം കരതാരയെന്നൊരു ചിത്രജാതിരി കാട്ടിയും ഹന്തചാരു കടാക്ഷമാലകൾ അർക്കരശ്മിയിൽ നീട്ടിയും ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. കവി അങ്ങനെയൊക്കെ പറഞ്ഞു വെക്കും. നമുക്കറിയാം, ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കി ഒരു ദൈവ അനുഭവത്തെ ഏതാനും നല്ല വാക്കുകളിലൂടെ അദ്ദേഹം പകർത്തി വയ്ക്കുകയാണ് ചെയ്തത്. മൗനവസന്തം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അതിനകത്ത് ഇത് സൈലൻ്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന ആ പുസ്തകം, അതിനകത്ത് ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിയൊരു ഇക്കോളജിക്കലായിട്ട് ഈ പ്രപഞ്ചത്തിൻ്റെ അന്തരാർത്ഥങ്ങളൊക്കെ നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ചില വിശ്വാസപരമായ കാര്യങ്ങൾ ആ പുസ്തകത്തിനകത്തുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതൊക്കെ നേരത്തെ ആളുകൾ ചെയ്തിരുന്നതാണ്. സങ്കീർത്തനം 148, 149, 150 സങ്കീർത്തനങ്ങൾ നിങ്ങൾക്ക് സമയം കിട്ടി നിങ്ങളൊന്ന് വായിക്കണം. ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിയിട്ട് ഈ പ്രപഞ്ചത്തിന് അധിനാഥനായ ദൈവത്തെ സ്തുതിക്കാൻ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ മെനക്കെടാറില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് ഈ പ്രപഞ്ചം ഒരു ദൈവാനുഭവത്തിൻ്റെ ഉറവിടമായിട്ട് പലപ്പോഴും നമ്മൾ കാണുന്നില്ല. നോക്കണം ഈ പ്രപഞ്ചത്തിലേക്ക്. ഉദിക്കുന്ന സൂര്യനെ, ഒഴുകുന്ന പുഴയെ, വിരിയുന്ന പുഷ്പത്തെ ഒക്കെ നമ്മൾ നോക്കിക്കഴിയുമ്പം അതിൻ്റെയൊക്കെ പിറകിൽ നിൽക്കുന്ന ഒരു ദൈവിക ശക്തിയെ, ദൈവിക ചൈതന്യത്തെ, ദൈവിക പ്രവർത്തനത്തെയൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും എന്ന് നമ്മൾ തിരിച്ചറിയുക. അതുപോലെ തന്നെ നമ്മൾ നമ്മിലേക്ക് പലപ്പോഴും നോക്കാറ് നമ്മുടെ ഈ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ ബുദ്ധിയും നമ്മുടെ ചിന്തകളും ഒക്കെ നമ്മുടെ സ്വന്തം എന്ന് വിചാരിച്ച് നമ്മൾ നടക്കുമ്പോഴും ഇതിൻ്റെ പിറകിൽ ഇതിനെ ധ്യാനിക്കാൻ തുടക്കുമ്പോൾ വലിയൊരു ദൈവ അനുഭവം നമ്മുടെ ശരീരത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകളിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, യുവജനങ്ങളുടെ ഒരു സമ്മേളനത്തിൽ ക്ലാസ് എടുക്കാൻ വന്ന ഒരു നെഫ്രോളജിസ്റ്റ് ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കിഡ്നിയെക്കുറിച്ച് പഠിപ്പിക്കുന്നയാളാണ്, പ്രൊഫസറാണ് കോളേജിൽ, മെഡിക്കൽ കോളേജിൽ. അദ്ദേഹം എല്ലാ ഇങ്ങനെയുള്ള സമ്മേളനങ്ങളിലൊക്കെ അദ്ദേഹം വരും. ഒരു 100-150 ചെറുപ്പക്കാരുള്ള ഒരു കോഴ്സിലാണ് ഇദ്ദേഹം വരിക. അദ്ദേഹത്തെ ആദ്യം വിളിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, ഞാൻ എന്തിനെക്കുറിച്ചാണ് അച്ഛാ പറയേണ്ടത്? ഞാൻ പറഞ്ഞു, മറ്റൊന്നും പറയേണ്ട, സാറിൻ്റെ ദൈവ അനുഭവം എന്താണ് അത് പറഞ്ഞാൽ മതി. അദ്ദേഹം എടുക്കുന്ന ക്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഹരമാണ്. കാരണം ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് ഈ മനുഷ്യ ശരീരത്തെ കണ്ടെത്താൻ കഴിഞ്ഞപ്പോൾ ഞാനൊരു ദൈവവിശ്വാസിയായി എന്ന് പറയുന്ന അദ്ദേഹം ഈ മനുഷ്യ ശരീരത്തെ ശരിക്കും പഠിച്ചാൽ അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ച ദൈവകരങ്ങളെ കൃത്യമായി കണ്ടെത്താൻ പറ്റും എന്ന് തൻ്റെ അനുഭവങ്ങളിലൂടെ തറപ്പിച്ച് പറയുന്ന ഈ ഡോക്ടർ. അങ്ങനെയൊക്കെയുള്ള അറിവുള്ള ആളുകൾ പോലും ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തുന്നത് ഇങ്ങനെയൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ദൈവത്തെ അന്വേഷിക്കണം. ദൈവത്തെ അന്വേഷിച്ച കണ്ടെത്തുക. നമുക്ക് സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ പ്രഭാഷകൻ്റെ പുസ്തകം 95:5 അതാ പറയുന്നത്, ദൈവത്തെ തേടുക. ദൈവത്തെ തേടുമ്പം ദൈവത്തിൻ്റെ ആ മുഖം നമുക്ക് വെളിപ്പെടുത്തി തരും. പല വേദികളിലൂടെ, പല അവസരങ്ങളിലൂടെ, പല മാധ്യമങ്ങളിലൂടെയൊക്കെ ദൈവം തൻ്റെ മുഖം നമുക്ക് വെളിപ്പെടുത്തി തരുമെന്നാണ് പറയുക. പക്ഷെ ദൈവത്തെ ആരും കണ്ടിട്ടില്ല എന്നല്ലേ യോഹന്നാൻ പറയുക നമ്മളോട്. 4:12 പറയും, ദൈവത്തെ ആരും കണ്ടിട്ടില്ല. പക്ഷേ നമ്മൾ കാണും ദൈവത്തെ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോഴും നമ്മുടെ ഉള്ളിലൊരു ദാഹമല്ലേ ദൈവത്തിന് വേണ്ടിയിട്ടുള്ള. സങ്കീർത്തനം 42 നമ്മൾ വായിക്കുമ്പോൾ എൻ്റെ ആത്മാവ് ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നു എന്നാണ് പറയുക. 63-ാം സങ്കീർത്തനത്തിൽ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത് എൻ്റെ ശരീരം ദൈവത്തെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു, ദാഹിച്ച് കാത്തിരിക്കുന്നു എന്നൊക്കെയാണ്. അപ്പം നമുക്കൊരു അന്തർദാഹം എന്ന് പറയുന്ന ഒന്നുണ്ട് ദൈവത്തിന് വേണ്ടിയിട്ടുള്ളത്. അതിനെ നമ്മൾ പലപ്പോഴും മറ്റു പലതുകൊണ്ടും ശമിപ്പിക്കുന്നത് കൊണ്ടാണ് ദൈവിക അനുഭവങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകാത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ നമ്മൾ ദൈവത്തെ അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റുക? നമുക്കിവിടെ ഇങ്ങോട്ട് ഈ ചിന്തയിലേക്ക് നമ്മൾ കടന്നു വരുമ്പം നമ്മളൊരു കാര്യം ഓർക്കും, അന്വേഷിക്കുന്നിടത്തോളം നമ്മൾ കണ്ടെത്തും. ഇപ്പോൾ നമ്മളൊരു പുഴയിലേക്ക് ഇറങ്ങാൻ വിചാരിച്ചു, ശാന്തമായി ഒഴുകുന്ന ഒരു പുഴയിലേക്ക് ഇറങ്ങും, നമ്മൾ പാദം വരെ നനയുന്ന രീതിയിൽ ഇറങ്ങി നിന്നു. അത്രയും ഒരു അനുഭവം, വെള്ളത്തിൻ്റെ അനുഭവം. നമ്മൾ കുറച്ചുകൂടി അങ്ങ് ഇറങ്ങി നിന്ന് മുട്ടോളം വെള്ളത്തിൽ നമ്മൾ ഇറങ്ങി നിന്ന് അത്രയും അനുഭവം നമുക്ക് കിട്ടും. കുറേ കൂടി ആഴത്തിലേക്ക് ഇറങ്ങിപ്പോയാൽ അരയോളം അല്ലെ കഴുത്തോളം നമ്മൾ നനയും. നമ്മൾ ഇറങ്ങുന്നതെല്ലാം നമുക്കൊരു അനുഭവമാണ് എന്ന് പറയുന്നത് പോലെ ദൈവത്തെ തേടുന്നതെല്ലാം ഒരു അനുഭവമായി തീരുകയാണ്.
കണ്ടെത്തുന്നതെല്ലാം അനുഭവമായി നമുക്ക് കിട്ടുകയാണ്. അതുകൊണ്ട് നമ്മൾ ദൈവത്തെ അന്വേഷിക്കണം. നമ്മുടെ ഉള്ളിലും നമ്മുടെ ചുറ്റും നിൽക്കുന്നവരിലും നമ്മുടെ സമൂഹത്തിലുള്ളവരിലും നമ്മുടെ ഓരോ പ്രതിസന്ധികളിലും സഹനങ്ങളിൽ പോലും നമ്മൾ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ ദൈവത്തെ നമുക്ക് കണ്ടെത്താൻ പറ്റും, കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന് നമുക്ക് തിരുവചനം ഉറപ്പ് നൽകുകയാണ്. അതുകൊണ്ട് ദൈവത്തെ കണ്ടെത്തുന്നവരാവുക എന്നൊരു ചിന്ത. നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടോ ദൈവത്തെ അന്വേഷിച്ചിട്ടുണ്ടോ? നമ്മൾ അന്വേഷിച്ച് തീർച്ചയായും നമ്മൾ ദൈവത്തെ കണ്ടെത്തും. ഇതൊരു വാഗ്ദാനവും ഒരു തീരുമാനവുമായിട്ട് നമ്മൾ കണ്ടെത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തെ കണ്ടെത്തിയെന്ന് പറയാൻ മാത്രമുള്ള ഒരു മനോധൈര്യം നമുക്ക് സമ്പാദിക്കത്തക്കവണ്ണം നമുക്ക് ദൈവത്തിൻ്റെ കണ്ടെത്തലുകളിലേക്ക് നമ്മുടെ ചിന്തകളെ, നമ്മുടെ ഓർമ്മകളെയൊക്കെ കൊണ്ടുപോകാം. കണ്ടെത്തിയോ ഞാനൊരു ദൈവത്തെ? കണ്ടിട്ടാണ് ഞാൻ വിശ്വാസിയായിട്ട് ജീവിക്കുന്നത് എന്നുള്ള കുറേ ചോദ്യങ്ങളൊക്കെ ഈ വിഷയത്തെ അധികരിച്ച് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാനാവട്ടെ. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കാം. ദൈവം പിതാവും ദൈവം രക്ഷകനും ദൈവം നമ്മിൽ വസിക്കുന്നവനുമാണ്. അങ്ങനെയാണ് നമ്മുടെ ത്രിത്വമെന്ന് വിളിക്കുക. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തെ നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൊണ്ട് കണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ, നമുക്ക് പ്രത്യേകമായി ആവശ്യമുള്ള എല്ലാ അനുഗ്രഹം ലഭിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. സകല മാലാഖമാരോടും വിശുദ്ധരോടും നമുക്ക് ചേർന്ന് നിൽക്കാം. അവിടെ സ്തുതികളും പ്രാർത്ഥനകളും ആരാധനയുമെല്ലാം നമുക്ക് നമ്മുടേതാക്കി മാറ്റിക്കൊണ്ട് അവരോട് ചേർന്ന് ദൈവത്തെ സ്തുതിച്ച് നമുക്ക് പ്രാർത്ഥിച്ചിരിക്കാം. അതുപോലെ തന്നെ നമുക്ക് സഭയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. സഭ നമുക്ക് ഒരു പേര് തന്നിട്ടില്ലേ? നമുക്കെല്ലാവർക്കും ഒരു വിശുദ്ധനെ അല്ലെങ്കിൽ വിശുദ്ധയെ, ആ വിശുദ്ധൻ്റെ അല്ലെങ്കിൽ വിശുദ്ധിയുടെ മാധ്യസ്ഥം നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ദിവസം അവരെല്ലാവരും മാലാഖമാരും വിശുദ്ധരും നമ്മുടെ പേരിന് കാരണഭൂതനോ ഭൂതയായ വിശുദ്ധനോ വിശുദ്ധിയൊക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും, ഈ ദിവസത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കൃപ നിറഞ്ഞതായി മാറാൻ നമുക്ക് സഭയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവിൻ്റെയും എല്ലാ മെത്രാന്മാരുടെയും വൈദികരുടെയും സന്യസ്തരുടെയും സമർപ്പിതരുടെയും നമ്മുടെ കൂടെ ജീവിക്കുന്ന നമ്മളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ ആത്മായ സഹോദരങ്ങളുടെയും ഒക്കെ ആ കൂട്ടായ്മയോട് ചേർന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് ആവശ്യമുള്ള കൃപകൾ നൽകാനായിട്ട് നമുക്കെല്ലാവർക്കും ഹൃദയത്തിൽ ഈ സമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും നൽകാൻ പരിശുദ്ധ അമ്മയുടെ സഹായം മാധ്യസ്ഥവും നമുക്ക് ഉണ്ടാകുമാറാകട്ടെ. ഈ സമയം മരിയൻ കൂടാരങ്ങളിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളുണ്ട്. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. നമുക്ക് അവരെ എല്ലാവരും ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് അവരുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് വലങ്കെ നീട്ടി അവരെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഹൃദയത്തിൽ എന്നോട് ചേർന്ന് നിങ്ങളും പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഈ ശുശ്രൂഷയിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ സന്ദേശത്തെയും ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥനകളെയും കഴിവുകൾ ശ്രമിച്ച് ഞങ്ങളെ എല്ലാവരെയും അങ്ങയുടെ കൃപകളാലും അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു.
ദൈവം മന്ത്രിച്ചു. അസ്വസ്ഥരാകേണ്ട മകനേ മകളേ, ലോകാന്ത്യനാൾ വരെ കൂടെയില്ലേ ഞാൻ. അസ്വസ്ഥരാകേണ്ട മകനേ മകളേ, ലോകാന്ത്യനാൾ വരെ കൂടെയില്ലേ. ആരുമില്ലെന്ന് ചൊല്ലിക്കരഞ്ഞപ്പോൾ മാറോടു ചേർത്തെന്റെ ദൈവം മന്ത്രിച്ചു. ഈ മരുയാത്രയിൽ പാദം തളരുമ്പോൾ എൻ തോളിൽ വഹിക്കാം കൺമണിയേ. ഈ മരുയാത്രയിൽ പാദം തളരുമ്പോൾ എൻ തോളിൽ വഹിക്കാം കൺമണിയേ. ജീവജലത്തിൻ ഉറവയിലേക്കായി ആനയിക്കാം നിന്നെ എന്നും. ജീവജലത്തിൻ ഉറവയിലേക്കായി ആനയിക്കാം നിന്നെ എന്നും. ആരുമില്ലെന്ന് ചൊല്ലിക്കരഞ്ഞപ്പോൾ മാറോടു ചേർത്തെന്റെ ദൈവം മന്ത്രിച്ചു. അസ്വസ്ഥരാകേണ്ട മകനേ മകളേ, ലോകാന്ത്യനാൾ വരെ കൂടെയില്ലേ ഞാൻ. അസ്വസ്ഥരാകേണ്ട മകനേ മകളേ, ലോകാന്ത്യനാൾ വരെ കൂടെയില്ലേ. ആരുമില്ലെന്ന് ചൊല്ലിക്കരഞ്ഞപ്പോൾ മാറോടു ചേർത്തെന്റെ ദൈവം മന്ത്രിച്ചു. ഈ ദുഃഖസാഗരം തുഴഞ്ഞു നീങ്ങാനായി നിന്നൗകയിൽ ഞാൻ കൂടെയില്ലേ. ഈ ദുഃഖസാഗരം തുഴഞ്ഞു നീങ്ങാനായി നിന്നൗകയിൽ ഞാൻ കൂടെയില്ലേ. നീ എനിക്കെന്നും അമൂല്യമാമുത്തല്ലേ, ഷാരോൺ ഗിരിയിലെ പൂവല്ലേ. നീ എനിക്കെന്നും അമൂല്യമാമുത്തല്ലേ, ഷാരോൺ ഗിരിയിലെ പൂവല്ലേ. ആരുമില്ലെന്ന് ചൊല്ലിക്കരഞ്ഞപ്പോൾ മാറോടു ചേർത്തെന്റെ ദൈവം മന്ത്രിച്ചു. അസ്വസ്ഥരാകേണ്ട മകനേ മകളേ, ലോകാന്ത്യനാൾ വരെ കൂടെയില്ലേ ഞാൻ. അസ്വസ്ഥരാകേണ്ട മകനേ മകളേ, ലോകാന്ത്യനാൾ വരെ കൂടെയില്ലേ. ആരുമില്ലെന്ന് ചൊല്ലിക്കരഞ്ഞപ്പോൾ മാറോടു ചേർത്തെന്റെ ദൈവം മന്ത്രിച്ചു.
നമുക്ക് സഭയുടെ ആശീർവാദം സ്വീകരിക്കാം. സഭയിലൂടെ നമുക്ക് ലഭിക്കുന്ന ആശീർവാദമുണ്ട്. ത്രിത്വത്തിൻ്റെ ആശീർവാദവും നമുക്ക് പ്രത്യേകമായിട്ട് ഇന്ന് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് തലകുനിച്ച് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. സകലയും ഭരിച്ച് നയിക്കുന്ന കർത്താവായ യേശുദമ്പുരാൻ്റെ കൃപയും നമ്മളെ സ്നേഹിച്ച് പരിപാലിക്കുന്ന പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ നിറവും നമ്മുടെ ഉള്ളിലിരുന്നുകൊണ്ട് നമ്മളെ നയിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളും അനുഗ്രഹങ്ങളും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല പ്രഭാതവും ഒരു നല്ല ദിവസവും പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു.